വെച്ചാൽ ന്യായപ്രമാണം എന്ന മാർഗത്തിലൂടെ ദൈവം ആഗ്രഹിച്ച വിശുദ്ധിയിലേക്കോ, ദൈവം ആഗ്രഹിച്ച കുറ്റമില്ലാത്ത അവസ്ഥയിലേക്കോ, ദൈവം ആഗ്രഹിച്ച ആ നീതി എന്ന പദവിയിലേക്കോ അവർക്ക് പ്രവേശിക്കാൻ പറ്റിയില്ല. പ്രവേശിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ ജഡത്താലുള്ള ബലഹീനത നിമിത്തം. അപ്പം നമ്മളെ നിയന്ത്രിക്കുന്ന പ്രമാണങ്ങൾ എന്താണ്? ഒന്ന്, ന്യായപ്രമാണം. നമ്മുടെ നീതിയിലേക്ക് നമ്മളെ നടത്തുന്ന മാർഗമായ ന്യായപ്രമാണം. ഹല്ലേലൂയ. പാപത്തിലേക്ക് നമ്മളെ വശീകരിക്കുന്ന, ജഡത്തിന്റെ ബലഹീനത നിമിത്തം പാപത്തിലേക്ക് നമ്മളെ വശീകരിക്കുന്ന പാപത്തിന്റെ പ്രമാണം. നമ്മളെ മരണത്തിലേക്ക് താഴ്ത്തിക്കളയുന്ന മരണത്തിന്റെ പ്രമാണം. നമ്മൾ എന്ത് തിരഞ്ഞെടുക്കണം, ഏതിലേക്ക് നമ്മളെ നിയന്ത്രിക്കുന്ന നമ്മുടെ ബുദ്ധിയുടെ പ്രമാണം. ഇത്രയും പ്രമാണങ്ങൾ നമ്മുടെ ചുറ്റിലും നിൽക്കുമ്പോൾ ഇതിനകത്തുനിന്ന് വിടുതലാക്കാൻ ദൈവം നമ്മുടെ മേലൊരു പ്രമാണത്തെ അയച്ചു. ലോർഡ് ജീസസ്. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇതാ. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട, പരസ്യമായി പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ ന്യായപ്രമാണത്തിൻ്റെ കൽപ്പന പ്രകാരം അല്ലെങ്കിൽ ന്യായപ്രമാണപ്രകാരം കൊല്ലുവാൻ, കല്ലെറിഞ്ഞു കൊല്ലുവാൻ പദ്ധതിയിട്ടവർ, ന്യായപ്രമാണത്തെ അനുസരിക്കുവാൻ പദ്ധതിയിട്ടവർ യേശുവിൻ്റെ അരികിലേക്ക് എത്തിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും, അല്ലേ? അവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം ലോർഡ് 3-ാമത്തെ വാക്യം പറയുന്നു, ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി. യേശുവിൻ്റെ മുമ്പിൽ നിർത്തി. അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. 4-ാമത്തെ വാക്യം പറയുന്നു, ഗുരു, ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു, ഇങ്ങനെയുള്ളവരെ കല്ലെറിയണം എന്ന് മോശ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. അപ്പം ന്യായപ്രമാണം അനുസരിച്ച്, ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനയാണ്, ന്യായപ്രമാണത്തിൻ്റെ നിയമമാണ്, വ്യഭിചാരത്തിൽ കയ്യോടെ ഒരു സ്ത്രീയെ പിടിച്ചാൽ അവളെ കല്ലെറിഞ്ഞു കൊല്ലണം. അപ്പം അങ്ങനെ വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ യേശുവിൻ്റെ നടുവിൽ കൊണ്ട് നിർത്തി യേശുവിനോട് അവർ കർത്താവിൻ്റെ അഭിപ്രായം, നമുക്കറിയാം കർത്താവിൻ്റെ അഭിപ്രായം കേൾക്കാൻ വേണ്ടി മാത്രമല്ല ഇവർ പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചതെന്ന് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ പ്രമാണത്തിനകത്തു നിന്ന്, പ്രമാണത്തിൻ്റെ കൽപ്പന ഇതാ, കൊല്ലുക എന്നുള്ളത്.
അപ്പം പ്രമാണം അനുസരിച്ച് ആ സ്ത്രീ അവിടെ മരിക്കേണ്ടതാണ്. അപ്പം തന്നെ നമുക്കൊന്നും കൂടെ നോക്കാം. അവിടെ പറയുന്നു, മോശ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് പറയും, നീ ഇവളെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചു. ഇത് കർത്താവിനെ കുറ്റം ചുമത്താൻ സംഗതി കിട്ടേണ്ടതിന് കർത്താവിനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു. ആ പദത്തെ ഒന്ന് തൊടാം. കർത്താവിനെ കുറ്റം ചുമത്താൻ അവർക്ക് സംഗതി. അപ്പോൾ ഏതു സമയത്തും യേശുവിൽ എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കാൻ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അത് ആ കാലഘട്ടത്തിൽ തുടങ്ങിയെങ്കിൽ മക്കളെ ഇന്നും അത് തുടരുന്നുണ്ട്. ഓക്കെ, ഇന്നും ദൈവത്താൽ ശക്തമായി ഉപയോഗിക്കുന്ന ഒരു അഭിഷിക്തനെ, ഒരു ദൈവദാസൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറ്റങ്ങൾ കിട്ടുമോ എന്ന് നോക്കി ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി പരീശന്മാരും ശാസ്ത്രിമാരും ഈ കാലഘട്ടത്തിലുമുണ്ട്. കർത്താവിനെതിരെ അവർക്ക് കുറ്റമൊന്നും കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ട് യേശുവിന് എതിരെ അവർ കള്ളസാക്ഷികളെ ആക്കി വെച്ചു എന്നാണ് പറയുന്നത്. ഇന്നും അതാ സംഭവിക്കുന്നത്. ചെയ്യാത്ത കുറ്റം ചെയ്തു എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു കർത്താവിനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കുന്നു എന്ന്. വചനത്തിനകത്ത് പറയുന്നു ദൈവത്തെ പരീക്ഷിക്കരുതെന്ന് വചനം പറയുന്നു. ദൈവത്തെ പരീക്ഷിക്കരുത്. പക്ഷേ നമ്മൾ മലാക്കി പുസ്തകം പഠിച്ചാൽ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും, ദൈവത്തെ ഇങ്ങനെ പരീക്ഷിപ്പിൻ. എങ്ങനെ പരീക്ഷിക്കണമെന്ന് അവിടെ പറയുന്നത്. ഇങ്ങനെ മലാക്കി പുസ്തകം 3-ാം അധ്യായം നമ്മൾ നോക്കിയാൽ അതിനകത്ത് പറയുന്നുണ്ട്, നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിപ്പിൻ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുൾ ചെയ്യുന്നു. അപ്പം വചനത്തിൽ പറയുക ദൈവത്തെ പരീക്ഷിക്കരുത്. പക്ഷേ മലാക്കി പുസ്തകത്തിനകത്ത് പറയുകയാണ്, ഇതിനാൽ നിങ്ങൾ എന്നെ പരീക്ഷിപ്പിൻ. ഹല്ലേലൂയ. അപ്പം ഏതിനാൽ പരീക്ഷിക്കണമെന്നാണ് പറയുന്നത്. അവിടെ പറയുകയാണ്, എൻ്റെ ആലയത്തിൽ ആഹാരമുണ്ടാകണം. മലാക്കി പുസ്തകം 3-ാം അധ്യായം 10-ാമത്തെ വാക്യം പറയുന്നു, എൻ്റെ ആലയത്തിൽ ആഹാരമുണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവൻ ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവിൻ. എന്തിനാ? ആലയത്തെ നോക്കാൻ ദൈവത്തിന് കഴിയും. നമ്മുടെ ദൈവം സമ്പന്നനായ ദൈവമാണ്. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ കരത്തിൽ തന്നിട്ട് അത് നമ്മളിലൂടെ വിനിയോഗിക്കണമെന്നാണ്. അത് 1000 രൂപയാണെങ്കിൽ പോലും മക്കളെ, എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? ഇതുവരെ ആരാധിച്ചവർ, ഇതുവരെ കൈയടിച്ചവർ, നമ്മുടെ കരത്തിൽ അല്പമേ ഉള്ളായിരിക്കാം, നമ്മുടെ കരത്തിൽ തന്നിട്ട് അത് നമ്മളിലൂടെ ആലയത്തിനകത്ത് വിതയ്ക്കണമെന്ന ദൈവം ആഗ്രഹിക്കുന്നത്. എന്തിനാണെന്നറിയാവോ? ഒന്ന്, ആലയത്തിൻ്റെ മേൽ നമുക്കൊരു ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി വരണം. എത്ര പേർ ആമേൻ പറയും? ഹല്ലേലൂയ. ഇതിൻ്റെ ഓരോ വളർച്ചയും അതെൻ്റെ ഉത്തരവാദിത്വമാണെന്ന് എത്ര പേർക്ക് തിരിച്ചറിയാൻ കഴിയുന്നു? ഇത് ശുദ്ധിയോടെ ഇരിക്കേണ്ടത് പാസ്റ്റർ ആൻറ്റിയുടെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല. ഒരാലയം മനോഹരമായിരിക്കേണ്ടത് ഇതിനകത്തുള്ള ഓരോരുത്തവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ആരും നിങ്ങളെ ഏൽപ്പിക്കേണ്ട കാര്യമില്ല. എന്താണോ ഇതിനകത്തുള്ള കുറവുകൾ അത് കണ്ട് നിങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സുണ്ടായിരിക്കണം. ഹല്ലേലൂയ. പാസ്റ്ററിനോ ആൻറ്റിക്കോ പണം ആവശ്യമുണ്ടോ എന്ന് നോക്കിയിട്ടല്ല നമ്മൾ വിതയ്ക്കേണ്ടത്. ആലയത്തിനകത്ത് നിങ്ങളെ ദൈവം ആക്കി വെച്ചിട്ടുണ്ടോ, നിങ്ങൾ ദശാംശം കൊടുക്കുന്നവരായിരിക്കണം. എത്ര പേർ ആമേൻ പറയും? ഇതുവരെ പറഞ്ഞതുപോലെ ഒരു ആമേൻ പറഞ്ഞേ. പ്രവചനം കേട്ടപ്പോൾ പറഞ്ഞതുപോലെ ഒരു ആമേൻ പറഞ്ഞേ. കർത്താവ് പറയുക, എൻ്റെ ആലയത്തിൽ ആഹാരമുണ്ടാകേണ്ടതിന് നിങ്ങളുടെ ദശാംശം മുഴുവൻ ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവിൻ. അപ്പോൾ ഒന്ന്, നമ്മുടെ ഉത്തരവാദിത്തമാണ്, സഭയെക്കുറിച്ചുള്ള നമ്മുടെ ഉത്തരവാദിത്തമാണ്. സഭയ്ക്കകത്ത് നമ്മൾക്ക് ദൈവം തരുന്ന ഓഹരിയുടെ ഒരു ഭാഗം സഭയ്ക്ക് കൊടുക്കുക എന്നുള്ളത്. ഹല്ലേലൂയ. അത് ജോലി ചെയ്യുന്നവർ മാത്രമല്ല, സ്റ്റുഡൻസ് ആണെങ്കിലും നിങ്ങളുടെ കരത്തിൽ വരുന്ന അല്പത്തിൻ്റെ ഒരു ഓഹരി സഭയ്ക്കകത്ത് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാ. ഹല്ലേലൂയ. എന്തിനാ? ഒന്ന്, റെസ്പോൺസിബിലിറ്റി. 2, കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ആകാശത്തിലെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ? ഹല്ലേലൂയ. ആമേൻ. എന്തിനാ? കർത്താവിന് ആകാശത്തിലെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വണ്ണം നിങ്ങളുടെ മേൽ അനുഗ്രഹത്തെ ദൈവം പകരണമെങ്കിൽ നിങ്ങൾ ആലയത്തിലെ ഭണ്ഡാരത്തിനകത്ത് നിങ്ങളുടെ ദശാംശത്തെ വിതയ്ക്കുന്നവരായിരിക്കണം. ആമേൻ. ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരാമേൻ പറഞ്ഞാട്ടെ. ദൈവം നമ്മളെ സമൃദ്ധിയായി അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു.
എങ്ങനെ അനുഗ്രഹിക്കുമെന്ന വചനം പറഞ്ഞു. സ്ഥലം ആമേൻ തികയാതെ വരുവോളം, സ്ഥലം പോരാതെ വരുവോളം ആമേൻ ആകാശത്തിലെ കിളിവാതിലുകളെ തുറന്നു. അപ്പോൾ വിതയ്ക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ആമേൻ ഒരു വാതിൽ തുറക്കും. അത് ഈ ഭൂമിയുടെ വാതിലല്ല. ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു, നിങ്ങളുടെ മീതെ സ്വർഗത്തിന്റെ വാതിൽ തുറക്കും. ഹല്ലേലൂയ. നിങ്ങൾ വിതയ്ക്കുന്നത് മനുഷ്യൻ കാണുന്നില്ലായിരിക്കാം, പക്ഷേ കിളിവാതിലുകൾ നിങ്ങളുടെ മീതെ തുറക്കുന്ന ദൈവം നിങ്ങളുടെ കരത്തെയും ഹൃദയത്തെയും കാണുന്നുണ്ട്. ഇത് തിരിച്ചറിയുന്നവർ ആ കരമുയർത്തിയൊരാമേൻ പറഞ്ഞാട്ടെ. ആകാശത്തിലെ കിളിവാതിലുകളെ തുറന്ന് അടുത്ത വചനം പറയുന്നു, വീട് പറയുന്ന സ്ഥലം പോരാതെ വണ്ണവോളം നിങ്ങളെ അനുഗ്രഹിക്കും. അപ്പൊ ദൈവമക്കളെ, ദശാംശം അതൊരു കീയ, അതൊരു മിസ്റ്ററിയ, ആമേൻ, അതൊരു താക്കോല. നമ്മൾ അനുഗ്രഹിക്കപ്പെടാനായിട്ടുള്ള ഏത് സാമ്പത്തിക പ്രതിസന്ധി ഉള്ളവർ ഇതിനകത്തുണ്ടെങ്കിലും നിങ്ങൾ ദശാംശത്തിൽ വിശ്വസ്തയോടെ നിന്നേ നിങ്ങൾ ബ്ലസ്ഡ് ആകാൻ തുടങ്ങും. എന്നിട്ട് കർത്താവ് പറഞ്ഞേ, ഇതിനാൽ ആമേൻ നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിപ്പിൻ. അപ്പൊ പരീക്ഷിക്കരുതെന്ന് പറയുന്ന ദൈവം ഒരു വിഷയത്തിൽ മാത്രം പരീക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഏതിനകത്താ? കൊടുക്കുന്ന ഭണ്ഡാരത്തിൽ, ആലയത്തിൻ്റെ ഭണ്ഡാരത്തിൽ ദശാംശം കൊടുക്കുന്ന വിഷയത്തിൽ നിങ്ങൾ ദൈവത്തെ പരീക്ഷിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. ദൈവം പ്രവർത്തിക്കുമെന്ന് ആമേൻ നിങ്ങൾക്കതിനെ ക്ലെയിം ചെയ്യാൻ പറ്റും ദൈവമക്കളെ. അപ്പം ഞാൻ കൊടുത്തു, അങ്ങനെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞതാ, എന്നെ നിശ്ചയമായിട്ടും അനുഗ്രഹിക്കണമേ എന്ന് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. എത്ര പേർ ആ കരമുയർത്തി രാമേൻ പറയും? ഹല്ലേലൂയ. അപ്പം ഇവിടെ വചനം പറയുന്നു, ഇത് യേശുവിനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് യേശുവിനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു. ഹല്ലേലൂയ. അപ്പം ഇവർ യേശുവിൻ്റെ അടുത്ത് ഈ വ്യഭിചാരത്തിൽ പിടിച്ച സ്ത്രീയെ, പാപിനിയായ സ്ത്രീയെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക. അപ്പം ന്യായപ്രമാണത്തിൻ്റെ കീഴിലുള്ളവർ യേശുവിൻ്റെ മുമ്പിൽ പാപത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കൊണ്ടുവന്നിരിക്കുക. ഇവിടെ 3 വസ്തുക്കൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്ന്, ന്യായപ്രമാണം. പറഞ്ഞേ, ന്യായപ്രമാണം. ആമേൻ. എന്താ ന്യായപ്രമാണം? ദൈവം മോശ വഴി ഇസ്രായേലിന് കൊടുത്ത ദൈവത്തിൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും കൽപ്പനകളും. പറഞ്ഞേ, ദൈവത്തിൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും കൽപ്പനകളും. ഒന്നും കൂടെ പറയാവോ? ചെറിയ കൂടെ ശബ്ദം ഉയർത്തി പറയാവോ? ദൈവത്തിൻ്റെ ചട്ടങ്ങൾ, ദൈവത്തിൻ്റെ പ്രമാണം, ദൈവത്തിൻ്റെ കൽപ്പന. ആമേൻ. ഇത് മോശ വഴി ഇസ്രായേൽ ജനങ്ങൾക്ക് കൊടുത്തതാണ് ന്യായപ്രമാണം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഈ ന്യായപ്രമാണം യേശുവിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. പാപിനിയായ സ്ത്രീ, പാപത്തിൽ പിടിക്കപ്പെട്ടവൾ അവിടെ നിൽക്കുന്നു. അവരുടെ ലക്ഷ്യം പ്രമാണം അനുസരിച്ച് ഇവളെ കൊല്ലുക എന്നുള്ളതാണ്. ആമേൻ. മരണം. അപ്പം ന്യായപ്രമാണം, പാപം, മരണം, ഇത് 3 നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. അപ്പം ന്യായപ്രമാണത്തിനാൽ പിടിക്കപ്പെട്ടവൾ, അല്ലെങ്കിൽ പാപത്തിൽ പിടിക്കപ്പെട്ടവൾ ന്യായപ്രമാണ പ്രകാരം മരണത്തെ സ്വീകരിക്കുവാൻ, അല്ലെങ്കിൽ കൊല്ലപ്പെടുവാൻ ആമേൻ പരീശന്മാർ യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക. കർത്താവിനോട് അനുവാദം ചോദിക്കേണ്ട ആവശ്യമില്ല അവർക്ക്. ആമേൻ. കർത്താവിനോട് അനുവാദം ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം യേശുവിൻ്റെ ഭരണത്തിലല്ല അവർ ആയിരിക്കുന്നത്, അവർ ന്യായപ്രമാണത്തിൻ്റെ കീഴിലാണ് നിൽക്കുന്നത്. ന്യായപ്രമാണ പ്രകാരം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ശ്രദ്ധയോടെ കേൾക്കണം, കാരണം നമ്മൾ നെക്സ്റ്റ് റിലത്തിലേക്ക് ഇന്ന് എൻ്റർ ആകും. ഹല്ലേലൂയ. ഇന്ന് ഞാൻ നിങ്ങളെ ഒരു പ്രമാണത്തിൻ്റെ കീഴിൽ കൊണ്ടുവരും. എത്ര പേർ ആഗ്രഹിക്കുന്നു ഇന്നൊരു പ്രമാണത്തിൻ്റെ കീഴിൽ വരണമെന്ന്? ഹല്ലേലൂയ. ഇന്ന് എല്ലാവരെയും ഒരു പ്രമാണത്തിൻ്റെ കീഴിൽ ഞാൻ കൊണ്ടുവരും. ആമേൻ. ഹല്ലേലൂയ. അപ്പം യേശുവിനോട് ചോദിക്കേണ്ട ആവശ്യമില്ല അവിടെ. കാരണം ന്യായപ്രമാണത്തിൽ അകത്തുള്ളവർക്ക് ഇവരെ കല്ലെറിഞ്ഞ് കൊല്ലുവാനുള്ള അനുവാദം, പ്രമാണം ഇവർക്ക് കൊടുത്തിട്ടുണ്ട്, നിയമം ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ നിയമം ഇവർക്കുള്ളത് കൊണ്ട് ഇവളെ കൊല്ലുവാനുള്ള റൈറ്റ് ഇവർക്കുണ്ട്. പക്ഷെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവരാനും ചോദിക്കാനും കാരണം എന്താണെന്നറിയാവോ? നമ്മൾ ആദ്യം കണ്ടതുപോലെ യേശുവിനെ എങ്ങനെയെങ്കിലും ഈ വിഷയത്തിനകത്ത് കുറ്റം ചുമത്തണം. കാരണം യേശു അവളെ
കൊല്ലുക എന്ന് പറഞ്ഞാലും പ്രശ്നമാണ്, കൊല്ലണ്ട എന്ന് പറഞ്ഞാലും പ്രശ്നമാണ്. അപ്പൊ കർത്താവിൻ്റെ അഭിപ്രായത്തിൽ കർത്താവിനെ വാക്കിൽ കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഇവളെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നത്. ഹല്ലേലൂയ. ഇപ്പം ഞാനൊരു വിഷയം പറയാം. പ്രമാണം, പാപം, മരണം. ഹല്ലേലൂയ. എനിക്ക് 3 പേരെ ഒന്ന് കിട്ടുമോ? 3 പേരെ ആർക്കെങ്കിലും വരാൻ പറ്റുമോ? 3 പേർ ഇതിനകത്ത് 3 പേരെ വരാൻ പറ്റുമോ? ഇവർ നമ്മൾ പറഞ്ഞ 3 വിഷയത്തെ സ്ഥാപിക്കാൻ വേണ്ടി ഞാൻ ഇവരെ വിളിച്ചിരിക്കുന്നത്. ഒന്ന് പ്രമാണം, സിൻ ആൻഡ് ഡെത്ത്. ഈ 3 വ്യക്തിത്വം നിങ്ങൾ തിരിച്ചറിയാനും മറക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ്. ഇവർ 3ഉം കണക്റ്റഡാണ്. 3 പേരും കണക്റ്റഡാണ്. കാരണം ഈ ഡെത്തിൻ്റെ വിഷമുള്ളെന്ന് പറയുന്നതാണ് പാപം, മരണത്തിൻ്റെ വിഷമുള്ളെന്ന് പറയുന്നതാണ് പാപം. ഈ പാപത്തിൻ്റെ ശക്തിയാണ് ന്യായപ്രമാണം എന്ന് പറയുന്നത്. ഈ ന്യായപ്രമാണവും പാപവും ചേർന്നാൽ, അല്ലെങ്കിൽ ന്യായപ്രമാണത്തിൻ്റെ കണ്ണുകളിൽ ഒരു സിന്നിനെ പിടിച്ചാൽ, കിട്ടിയാൽ, ഒരു പാപത്തെ കിട്ടിയാൽ, ന്യായപ്രമാണത്തിൻ്റെ കണ്ണുകളിലൂടെ പാപിയാന്ന് തെളിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് രക്ഷയില്ല. നേരെ ഈ പാപം പോകുന്നത് മരണത്തിലേക്കാണ്. ഹല്ലേലൂയ. അപ്പം ന്യായപ്രമാണത്തിൻ്റെ പ്രത്യേകത, ഒരു പാപത്തെ കിട്ടിയാൽ അതിനെ നേരെ മരണത്തിലേക്ക് നയിക്കുവാനുള്ള റൈറ്റ് ആർക്കുണ്ട്? പ്രമാണത്തിനുണ്ട്. എന്നെ മനസ്സിലാക്കുന്നുണ്ടോ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പം ഇവ 3 പേരുടെയും ഇത് പ്രമാണം, ഇത് പാപം, ഇത് മരണം. ഈ 3 വ്യക്തികളും ഇപ്പോൾ എവിടെ വന്ന് നിൽക്കുന്നതെന്നറിയാവോ? ജീവന്റെ അടുത്ത്, യേശുവിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുക. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ആമേൻ. ഇവർ 3 പേരും കൂടെ നിന്നാൽ സംഭവിക്കുന്നത് ഡെത്താണ് നടക്കുന്നത്. ഡെത്ത്, മരണമാണ് സംഭവിക്കേണ്ടത്. കാരണം ഈ മരണത്തിൻ്റെ വിഷമുള്ളെന്ന് പറയുന്നത് പാപമാണ്, പാപത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് പ്രമാണമാണ്. അപ്പം ഈ മരണത്തിലേക്ക് നയിക്കുവാൻ വിഷത്തിൻ്റെ തീവ്രത കൂട്ടുന്നതും ആ വിഷമുള്ളിനെ ശക്തിപ്പെടുത്തുന്നതും പ്രമാണമാണ്. ആമേൻ. പ്രമാണത്തിന് ആരും രക്ഷിക്കാനായിട്ട് കഴിയത്തില്ല. ആമേൻ. മോശ വഴിയാണ് ദൈവം പ്രമാണത്തെ കൊടുത്തത്, മോശയിലൂടെയാണ് പ്രമാണത്തെ കൊടുത്തത്. പക്ഷേ ഈ പ്രമാണം ലഭിച്ച മോശയ്ക്ക് പോലും ആരെയും ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല, നന്നാക്കാൻ പറ്റിയില്ല. ഒറ്റ മനുഷ്യരെ രക്ഷപ്പെടുത്തുവാനായിട്ട് പറ്റിയില്ല. ഇപ്പോൾ യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായത്തിനകത്ത് ഈ 3 വ്യക്തികളും, അല്ലെങ്കിൽ പഴയ ഉടമ്പടിക്കകത്തുള്ള 3 നിലവാരങ്ങളും ഇപ്പോൾ ക്രിസ്തു എന്ന ജീവന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ക്രൈസ്റ്റ് എന്ന ജീവന്റെ മുമ്പിൽ പഴയ ഉടമ്പടി വന്ന് നിൽക്കുക. പഴയ നിയമം, പഴയ ഉടമ്പടി വന്ന് നിൽക്കുക. ഹല്ലേലൂയ. ഇവരുടെ ലക്ഷ്യം എത്രയേ ഉള്ളൂ? ക്രിസ്തുവിനെയും കൂടെ, ആമേൻ, ക്രിസ്തുവിനോടും കൂടെ ഒന്ന് കുറ്റക്കാരനായിട്ട് കാണണം. ന്യായപ്രമാണത്തിൻ്റെ കണ്ണുകളിലൂടെ ഈ ക്രിസ്തുവിനെയും കൂടെ ഒന്ന് കുറ്റക്കാരനായിട്ട് കാണണം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ആമേൻ. ഞാൻ വീണ്ടും പറയുന്നു, ന്യായപ്രമാണവും പാപവും മരണവും ഇപ്പോൾ നിൽക്കുന്നത് ജീവന്റെ മുമ്പിലാണ്. ഹല്ലേലൂയ. ആമേൻ. യേശു അവരോട് മറുപടി പറഞ്ഞ ഒറ്റ വാക്ക് നമുക്കറിയാം. നിങ്ങൾ പാപം ഇല്ലാത്തവർ ആദ്യം, ഹല്ലേലൂയ, നിങ്ങളിൽ പാപം ഇല്ലാത്തവർ ആദ്യം കല്ലെറിയട്ടെ. ഞാൻ പറയട്ടെ ദൈവമക്കളെ, നിങ്ങൾ ഏത് പ്രമാണത്തിനാൽ വിധിക്കപ്പെട്ട് മരണത്തിലൂടെ പോകേണ്ടവരാണെങ്കിലും, ആമേൻ, ഈ പ്രമാണം ഇവരെ വിടാതെ ഡെത്തിൻ്റെ കരത്തിലാണ്, ആമേൻ, ഡെത്തിൻ്റെ വക്കത്ത് നിർത്തിയിരിക്കുക. പക്ഷേ ഇത് ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ, ക്രൈസ്റ്റിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഈ വ്യക്തിക്ക് ഒരു വിടുതൽ കിട്ടി. എവിടുന്ന വിടുതൽ കിട്ടിയ? ന്യായപ്രമാണത്തിൻ്റെ ശിക്ഷയിൽ നിന്നും, മരണത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും ജീവൻ, ആമേൻ, ഈ വ്യക്തിക്ക് ഒരു സ്വാതന്ത്ര്യം കൊടുത്തു. പക്ഷെ ഒന്ന് ചേർത്ത് പിടിച്ചു. ഹല്ലേലൂയ.
ഇന്ന് നിങ്ങൾ ഏതു നിയമത്തിൻ്റെ കീഴിലാണെങ്കിലും നിങ്ങൾ ജീവന്റെ അടുത്ത് വരാൻ റെഡിയാണോ? നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന കയ്യെഴുത്തുകൾ, നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന നിയമങ്ങൾ, നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന പ്രമാണത്തിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുവാൻ കഴിവുള്ള ഒരേ ഒരു മഹത്വമേ ഉള്ളൂ. അത് സർവശക്തനായ യേശുവത്രേ. ഹല്ലേലൂയ, ആമേൻ. കയ്യോടെ പിടിക്കപ്പെട്ടാൽ ആർക്കും ഈ പ്രമാണത്തിൽ നിന്നോ മരണത്തിൽ നിന്നോ പാപത്തെ രക്ഷിക്കാൻ പറ്റത്തില്ല, പാപിയായ വ്യക്തിയെ രക്ഷിക്കാൻ പറ്റത്തില്ല. പക്ഷേ ജീവന്റെ കരങ്ങളിലേക്ക് വന്നപ്പോൾ, ജീവന്റെ കരങ്ങളിലേക്ക് വന്നപ്പോൾ ഇന്ന് പകലൊന്ന് തിരിച്ചറിയട്ടെ. ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു, നിങ്ങൾ ഏതു നിയമത്തിന്റെ കീഴിൽ അടയ്ക്കപ്പെട്ടവരാണെങ്കിലും, ഏതു മരണത്തിന്റെ വക്കത്തിൽ നിൽക്കുന്നവരാണെങ്കിലും, നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ അരികിലേക്ക് വരാൻ കഴിയുമോ? നിങ്ങൾ ക്രിസ്തുവിന്റെ അടുത്തേക്ക് വന്നാൽ പിന്നെ ന്യായപ്രമാണത്തിന് നിങ്ങളെ തൊടാൻ പറ്റത്തില്ല, മരണത്തിന് നിങ്ങളെ തൊടാൻ പറ്റത്തില്ല. ഇന്ന് പകൽ സ്വാതന്ത്ര്യം പ്രാപിച്ച ജനറേഷൻ ഇതിനകത്തുണ്ടെങ്കിൽ കരങ്ങളെ അടിച്ച് യേശുവിനൊന്ന് മഹത്വം കൊടുത്തോട്ടെ. ഹല്ലേലൂയ, ആമേൻ. ന്യായപ്രമാണം ഈ വ്യക്തിയെ നോക്കിയാൽ ഒരിക്കലും രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം ദൈവത്തിൻ്റെ നിയമം പ്രമാണത്തിന് ലഭിച്ചിരിക്കുകയാണ്. നീ കുറ്റം കണ്ടാൽ ശിക്ഷിക്കണം. ആമേൻ. അവനിൽ നന്മ കണ്ടാൽ, അവൻ അനുസരിച്ചാൽ നീ അവനെ അനുഗ്രഹിക്കണം. ആമേൻ. ന്യായപ്രമാണത്തിന് ദൈവം കൊടുത്തിരിക്കുന്ന റൈറ്റ് ഇതാണ്. നീ കുറ്റം കണ്ടാൽ അനുസരിച്ചില്ലെങ്കിൽ നീ അവനെ ശിക്ഷിച്ചു. റൈറ്റ് ദൈവം ന്യായപ്രമാണത്തിന് കൊടുത്തിരിക്കുക. അവൻ അനുസരിച്ചാൽ നീ അവനെ അനുഗ്രഹിക്കണം. ഹല്ലേലൂയ. അപ്പോൾ പ്രമാണത്തിൻ്റെ കീഴിൽ നിൽക്കുന്നവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒന്നെങ്കിൽ അവൻ അനുസരിച്ചാൽ മാത്രമേ ബ്ലെസ്സിങ്ങിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. പക്ഷെ ജീവൻ ഒരു പ്രത്യേകതയുണ്ട്. ആമേൻ. ഈ ജീവൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നിരിക്കുന്നത് കൊണ്ട് തൻ്റെ അടുത്ത് വരുന്നവനെ ആമേൻ വീണ്ടെടുക്കുവാനും അവനെ രക്ഷിക്കുവാനായിട്ടുമുള്ള ഒരു റൈറ്റ് പിതാവ് ക്രിസ്തുവിന്റെ മേൽ പകർന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എത്ര പേർ തിരിച്ചറിയുന്നു? അങ്ങനെയാണെങ്കിൽ യെസ് ലോർഡ് ജീസസ്, ആമേൻ, പ്രമാണത്തിന് കിട്ടിയിരിക്കുന്ന റൈറ്റ് ഇതാണ്. അനുസരിച്ചില്ലെങ്കിൽ അവനെ മരണത്തിന് വിട്ടുകൊടുക്കണം. എന്നാൽ എൻ്റെ യേശു ആമേൻ എനിക്ക് വേണ്ടി മരണത്തെ സ്വീകരിച്ചു. എൻ്റെ യേശു എനിക്ക് വേണ്ടി മരണത്തെ ഏറ്റെടുത്തു. എനിക്ക് നിത്യമായ ഒരു രക്ഷ നൽകിയെന്ന് തിരിച്ചറിയുന്നവർ ആത്മാവിൽ ഒന്ന് പ്രൈസ് ചെയ്ത് തുടങ്ങിയാട്ടെ, ആത്മാവിൽ അതിനെ ഒന്ന് ഉയർത്തി തുടങ്ങിയാട്ടെ. ആമേൻ. ഇന്ന് എത്ര പേർ തിരിച്ചറിയുന്നു, ഞാൻ ഇപ്പോൾ ജീവനായ ക്രിസ്തുവിൻ്റെ അരികിലാണ് വന്നിരിക്കുന്നതെന്ന് ഉറപ്പുള്ളവർ ആത്മാവിൽ ഒന്ന് ശക്തമായി ഒന്ന് കരമടിച്ച് പ്രൈസ് ചെയ്താട്ടെ. ആ റിലത്തിലേക്ക് കയറാൻ പോകുന്നവരെല്ലാം ഒരിക്കൽ കൂടി കരമടിച്ചു കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ആമേൻ. അപ്പൊ ക്രിസ്തുവിനെ പരീക്ഷിക്കാൻ ചെന്ന് ക്രിസ്തുവിന്റെ അടുത്ത് നിന്നപ്പോൾ ക്രിസ്തു അടുത്തൊരു ചോദ്യം പറയുക, അടുത്തൊരു കാര്യം പറയും. നിങ്ങളിൽ കുറ്റം ചെയ്യാത്തവർ, പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നല്ല, ആദ്യം കല്ലെറിയട്ടെ. ആമേൻ. കാരണം അവർക്കറിയാം, ആമേൻ, അവരിലെല്ലാവരും ഈ സിൻ ഉള്ളവരാണ്. ന്യായപ്രമാണത്തിന്റെ കീഴിൽ നോക്കിയാൽ പാപം ചെയ്യാത്തവരാരുമില്ല, എല്ലാവരും തെറ്റിപ്പോയവരാണ്. ഹല്ലേലൂയ, ആമേൻ. എന്നാൽ ശിക്ഷിക്കുവാനായിട്ടുള്ള യോഗ്യതയുള്ള, ന്യായപ്രമാണം അനുസരിച്ച് യേശുവിൻ്റെ ചോദ്യത്തിന് ശിക്ഷിക്കുവാൻ യോഗ്യതയുള്ള യേശു മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്നത് മനസ്സിലായോ? യേശു പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആദ്യം കല്ലെറിയട്ടെ എന്ന് യേശു പറയുന്നപ്പോഴും കർത്താവിൻ്റെ ചോദ്യത്തിൽ യോഗ്യതയുള്ളവർ ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശുവാണ്. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ നമ്മളെ ശിക്ഷിക്കുവാൻ യോഗ്യനായിട്ടുള്ള ഒരേ ഒരു വ്യക്തി, പാപം ചെയ്യാത്ത ഒരേ ഒരു വ്യക്തി, ന്യായപ്രമാണത്തെ അനുസരിക്കുന്ന ഒരേ ഒരു വ്യക്തി, അത് യേശുവാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അപ്പം എന്നെ ശിക്ഷിക്കുവാൻ ആമേൻ യോഗ്യതയുള്ള വ്യക്തിയെ യേശു. മനസ്സിലാകുന്നുണ്ടോ? എന്നെ ശിക്ഷിക്കുവാൻ ന്യായപ്രമാണ പ്രകാരം യോഗ്യതയുള്ള വ്യക്തിയെ യേശു. പക്ഷെ യേശു ഇവിടെ പറയുക,
ആമേൻ. 10-ാമത്തെ വാക്യത്തിനകത്ത് യേശു നിവർന്ന അവളോട്, സ്ത്രീയെ, അവർ എവിടെ? നിനക്ക് ആരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചതിന് 11-ാമത്തെ വാക്യം പറയുന്നു, ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു. ഉടനെ യേശു പറയാ, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. നോക്കിയേ, പ്രമാണത്തിനെ അനുസരിച്ച് അന്ന് അവൾ ശിക്ഷിക്കപ്പെടുവാനും മരിക്കപ്പെടുവാനും കൊല്ലപ്പെടുവാനും ആമേൻ അവൾ അർഹതപ്പെട്ടവൾ. അവളുടെ പാപത്തിനെ അനുസരിച്ച് അവൾ കൊല്ലപ്പെടുവാൻ ആമേൻ അർഹതപ്പെട്ടവളാ. അവളെ നോക്കി യേശു പറയാ, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. ആമേൻ. ഇന്ന് പകൽ തിരിച്ചറിഞ്ഞേ, എന്നെ ശിക്ഷിക്കുവാൻ യോഗ്യനായ അർഹതയുള്ള, എന്നെ ശിക്ഷിക്കുവാൻ ആമേൻ ന്യായപ്രമാണപ്രകാരം കഴിവുള്ള യേശു നിങ്ങളെ നോക്കി പറയുക, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. ഇന്ന് അവൻ നിയമം അനുസരിച്ച് അവൻ മരണം ഏറ്റെടുക്കപ്പെടേണ്ടവളാ, നിയമം അനുസരിച്ച് കൊല്ലപ്പെടേണ്ടവളാ. പക്ഷേ യേശു എനിക്ക് വേണ്ടി, ആ പാപിനിയായ സ്ത്രീക്ക് വേണ്ടി നിയമത്തെ മാറ്റി എനിക്ക് ശിക്ഷാവിധിക്ക് പകരം ഒരു രക്ഷാവിധി നൽകി. ഇന്നു പകൽ ഞാൻ നിങ്ങളോട് പ്രവചിക്കുന്നു, ഇതുപോലെ നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന സകല നിയമങ്ങളും ഇന്നു പകൽ മാറും. നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന സകല നിയമങ്ങളും മാറി കർത്താവ് നിങ്ങൾക്ക് ഒരു രക്ഷാവിധിയെ നൽകുന്ന പകലായി മാറുകയാണ്. ഹല്ലേലൂയ, ആമേൻ. ഇന്ന് പകൽ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ആര് യേശുവിൻ്റെ അരികിലേക്ക് വരുന്നുവോ അവൻ വിടുതൽ പ്രാപിക്കാതെ മടങ്ങിപ്പോകത്തില്ല. ആര് ക്രിസ്തുവിലേക്ക് വരുന്നുവോ അവർ ആമേൻ വിടുതൽ പ്രാപിക്കാതെ മടങ്ങിപ്പോകത്തില്ല. ഇന്ന് തിരിച്ചറിഞ്ഞ്, യേശു എനിക്ക് ശിക്ഷിക്കുവാനായിട്ടല്ല വന്നത്, പാപത്തിന് അടിമപ്പെട്ട് കിടക്കുന്ന എന്നെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് യേശു വന്നത്. ഒന്ന് പറയാവോ, യേശു എൻ്റെ രക്ഷകനാണെന്ന് വായ്കളെ തുറന്നൊന്ന് ഡിക്ലെയർ ചെയ്തേ. ജീസസ് ഈസ് മൈ സേവിയർ, എൻ്റെ രക്ഷകനാണെന്ന് കരം ഉയർത്തി ഒന്ന് പ്രൈസ് ചെയ്താട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു യേശു എൻ്റെ രക്ഷകനാണെന്ന്? എത്ര പേർ വിശ്വസിക്കുന്നു ജീസസ് ഈസ് മൈ സേവിയർ, എൻ്റെ രക്ഷകനാണെന്ന്? ഉറപ്പുണ്ടോ? ഉറപ്പുള്ളവർ ഒരിക്കൽ കൂടി കരം ഉയർത്തി ആ യേശുവിൻ്റെ നാമത്തെ ഒന്ന് ഉയർത്തിക്കേ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൈമാറട്ടെ, യേശു ശിക്ഷിക്കാനല്ല വന്നത്, നിങ്ങളെ രക്ഷിക്കുവാനായിട്ടാണെങ്കിൽ നിങ്ങൾ ഏത് അവസ്ഥയിൽ കടന്നാലും ഇന്നു പകൽ അതിനകത്തുനിന്ന് നിങ്ങൾക്കൊരു രക്ഷയുണ്ട്. ഓ, എനിക്കൊരു രക്ഷയുണ്ട്. പാപത്തിൽ നിന്നാണോ? എനിക്ക് ശിക്ഷയല്ല, ഇന്ന് എനിക്കൊരു രക്ഷയുണ്ട്. കടബാധ്യതയാണോ? എനിക്കൊരു രക്ഷയുണ്ട്. രോഗമാണോ? എനിക്കൊരു രക്ഷയുണ്ട്. ഓ, ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ ആടിച്ച് യേശുവിനൊന്ന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ ഉറപ്പിന് വേണ്ടി ഞാൻ വീണ്ടും പ്രഖ്യാപിക്കുക, മക്കളെ, നിങ്ങൾക്കൊരു രക്ഷയുണ്ട്. ഓ, നിങ്ങൾക്കൊരു രക്ഷയുണ്ട്. ഏത് പ്രതിസന്ധിയാണോ നിങ്ങൾക്കൊരു രക്ഷയുണ്ട്. നിങ്ങൾക്കൊരു രക്ഷയുണ്ട്. കാരണം എൻ്റെ യേശു മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നത് ന്യായപ്രമാണ പ്രകാരം എന്നെ ശിക്ഷിക്കുവാനായിട്ടല്ല, ആ പ്രമാണത്തിന്റെ അടിമത്തത്തിൽ നിന്ന് എന്നെ വീണ്ടെടുത്തത് എന്നെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. പക്ഷെ യേശു ആ പാപിനിയായ സ്ത്രീയോട് ഒരു വാക്കും കൂടെ പറഞ്ഞു, ഞാൻ നിന്നെ ശിക്ഷിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഒരു വാക്കും കൂടെ പറഞ്ഞു, ഇനി പാപം ചെയ്യരുത്. ഹല്ലേലൂയ, ആമേൻ. എത്ര പേരാ ആ വേർഡിനെ പിടിക്കാൻ റെഡിയാ? മക്കളെ, ക്രിസ്ത്യൻ ലൈഫ് നമുക്ക് പാപത്തെ ജയിക്കാൻ പറ്റുന്നൊരു ജീവിതമാണ്. പാപത്തെ ജയിക്കാൻ പറ്റുന്ന ഒരേ ഒരു ലൈഫ് സ്റ്റൈൽ, അത് ഇൻ ക്രൈസ്റ്റ് ലൈഫാ, അത് ക്രിസ്ത്യൻ ലൈഫാ. ഞാൻ ഗ്യാരണ്ടിയോടെ പറയാം, ആമേൻ. ക്രിസ്തുവേശുവിലുള്ളവർ അവർക്ക് സകല പാപത്തെയും ജയിക്കുവാനായിട്ട് കഴിയും. കാരണം റോമാ ലേഖനം 6-ാം അധ്യായത്തിനകത്ത് ഇങ്ങനെ പറയുന്നത്, ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടവർ, ക്രിസ്തുവിനോടുകൂടെ മരിച്ച്, ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവർ, അവർ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ.
ആമേൻ. എത്ര പേർ തിരിച്ചറിയുന്നു, ഞാൻ പാപക്ഷമ ലഭിച്ച വ്യക്തി മാത്രമല്ല, പാപത്തിൽ നിന്ന് എന്നേക്കുമായി മോചനം പ്രാപിച്ചൊരു വ്യക്തിയാണെന്ന് ഇന്ന് തിരിച്ചറിയുന്നവർ ആ കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. റോമാലേഖനം 6-ാം അധ്യായത്തിനകത്ത് പറയുന്നു, അങ്ങനെ മരിച്ചവൻ അവൻ പാപത്തിൽ നിന്നും മോചനം പ്രാപിച്ചിരിക്കുന്നു. ഇന്ന് പീസ് മൗണ്ട് സഭയെ നിങ്ങളെ നോക്കി ഞാൻ പറയട്ടെ, നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ മരിച്ച് അടക്കപ്പെട്ടവരാണോ? പാപത്തിന് നിങ്ങളുടെ മേൽ ഒരു റൈറ്റും ഇല്ല, ഒരു അധികാരവുമില്ല. നിങ്ങളെ വഞ്ചിക്കാൻ കഴിയത്തില്ല, നിങ്ങളെ അടിമപ്പെടുത്തുവാൻ കഴിയത്തില്ല. നിങ്ങൾ പാപത്തിന് യജമാനനായി മാറിയെന്ന് ഇന്ന് തിരിച്ചറിയുന്നവർ കരമടിച്ചൊന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഇന്ന് തിരിച്ചറിഞ്ഞു, ന്യായപ്രമാണത്തിന്റെ കീഴിലായിരിക്കുന്ന തലമുറകളെ പ്രമാണത്തിൽ നിന്ന് വീണ്ടെടുത്ത് ആമേൻ ഇൻ ക്രൈസ്റ്റിലുള്ള ഒരു തലമുറയാക്കി മാറ്റുവാനായിട്ടാ നമ്മുടെ യേശു കർത്താവ് വന്നത്. ഹല്ലേലൂയ. ഇന്ന് തിരിച്ചറിയുന്നവർ പറഞ്ഞേ, ഞാനിപ്പോൾ പ്രമാണത്തിന്റെ കീഴിലല്ല, ഞാൻ എൻ്റെ വീണ്ടെടുത്ത ക്രിസ്തു യേശുവിലുള്ള ഒരു തലമുറയാണെന്ന് വായ്കളെ തുറന്ന് ഒന്ന് ഡിക്ലെയർ ചെയ്താട്ടെ. ഹല്ലേലൂയ, ആമേൻ. ക്രിസ്തു യേശുള്ള തലമുറയെ കുറിച്ച് റോമാലേഖനത്തിനകത്ത് ഇങ്ങനെ പറയാ, അതുകൊണ്ട് ക്രിസ്തു യേശുവിലുള്ളവർക്ക് ശിക്ഷാവിധി ഇല്ല. ഹല്ലേലൂയ. ശിക്ഷ വിധിപ്പാനല്ല കർത്താവ് വന്നേ, കുറ്റപ്പെടുത്തുവാനായിട്ടല്ല കർത്താവ് വന്നേ, തള്ളിക്കളയുവാനായിട്ടല്ല കർത്താവ് വന്നത്. എന്നെ ചേർത്ത് പിടിക്കുവാനായിട്ടാണ്, എൻ്റെ കരം മുറുകെ പിടിക്കുവാനായിട്ടാണ്, എന്നെ വഴി നടത്തുവാനായിട്ടാണ് എൻ്റെ യേശു വന്നതെന്ന് തിരിച്ചറിയുന്നവർ ആമേൻ ആ യേശുവിനോട് ചേർന്ന് നിന്ന് ഒന്ന് പറഞ്ഞേ, ഞാനിപ്പോൾ ഒറ്റയ്ക്കല്ല, എൻ്റെ പ്രതിസന്ധിയിൽ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ പ്രതികൂലത്തിൽ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ബലഹീനതയിൽ ഞാൻ ഒറ്റയ്ക്കല്ല. എൻ്റെ അനാഥത്വത്തിൽ, എൻ്റെ ദാരിദ്ര്യത്തിൽ, എൻ്റെ ശാപത്തിൽ, എൻ്റെ പ്രതികൂലത്തിൽ, എൻ്റെ ബലഹീനതയിൽ, എൻ്റെ ജഡിക സ്വഭാവത്തിൽ ഞാൻ ഒറ്റയ്ക്കല്ല. ആമേൻ. എന്നെ വീണ്ടെടുത്ത, എന്നെ രക്ഷിച്ച ഒരു സർവശക്തനായ യേശു ക്രിസ്തു എന്റെ കരം പിടിച്ചിട്ടുണ്ടെന്ന് വായകളെ തുറന്നൊന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ മക്കളെ, ഞാൻ ഒറ്റയ്ക്കല്ല. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളെ സകലത്തിലും ജയാളിയായി നടത്താൻ കഴിയുന്ന ഒരു സർവശക്തനായ യേശു നിങ്ങളുടെ കൂടെയുണ്ട്. എത്ര പേർ പറയും, എത്ര വലിയ പ്രതികൂലമായിക്കോട്ടെ എനിക്കതിനെ ജയിക്കുവാൻ കഴിയും, എത്ര വലിയ പ്രതിസന്ധി ആയിക്കോട്ടെ എനിക്കതിനെ ജയിക്കുവാൻ കഴിയും, എത്ര വലിയ അടിമത്തമായിക്കോട്ടെ എനിക്കതിനെ ജയിക്കുവാൻ കഴിയും. കാരണം എന്നെ ബലപ്പെടുത്തുന്ന ക്രിസ്തു എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട്, എൻ്റെ കരം പിടിച്ചിരിക്കുന്നത് കൊണ്ട്. ഹല്ലേലൂയ. കടബാധ്യതയാണോ മക്കളെ? നിങ്ങൾക്കതിനെ ജയിക്കാൻ കഴിയും. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്ന എന്നെ അത്ഭുതകരമായി നടത്തുന്ന കർത്താവ്, എന്നെ വഴിയിൽ ഒറ്റപ്പെടുത്തിയിട്ട് പോകുന്ന ദൈവമല്ല, എന്നെ കരം പിടിച്ചു വഴി നടത്തുന്ന കർത്താവ്. ഇന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ക്രിസ്തു നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് നിങ്ങളുടെ സകല കുടുംബക്കാരും, ചാർച്ചക്കാരും, നിങ്ങളുടെ സ്വദേശക്കാരും, പട്ടണവും തിരിച്ചറിയത്തക്ക രീതിയിൽ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ മഹത്വകരമായ കാര്യങ്ങൾ ചെയ്യാൻ പോകുക. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ന്യായപ്രമാണത്തിന് അവരെ രക്ഷിക്കാൻ പറ്റാതെ വന്നേ? എന്തുകൊണ്ടാണ് ന്യായപ്രമാണത്തിന് അവരെ രക്ഷിക്കാൻ കഴിയാതെ വന്നേ? വചനത്തിനകത്ത് റോമാലേഖനം 8-ാം അധ്യായത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയും, ജഡത്താലുള്ള ബലഹീനത നിമിത്തം. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ചട്ടങ്ങളും ന്യായങ്ങളും കൽപ്പനകളും അവർക്ക് അനുസരിക്കാൻ പറ്റാതെ വന്നു. അനുസരിക്കാൻ പറ്റാതെ വന്ന എന്തുകൊണ്ടാ? അവർ നമ്മുടെ എല്ലാം ജഡത്തിന്റെ ബലഹീനത. കാരണം പൗലോസ് പറയുന്നതുണ്ട് റോമാലേഖനം 7-ാം അധ്യായത്തിനകത്ത്, ഞാൻ നന്മ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം,
നന്മ ചെയ്യണമെന്ന ആഗ്രഹമുണ്ട്. പക്ഷേ ഇച്ഛിക്കുന്ന നന്മയല്ല, ചെയ്യണ്ടെന്ന് വിചാരിക്കുന്ന തിന്മയത്രേ ചെയ്യുന്നത്. അപ്പൊ ജഡത്തിന്റെ ബലഹീനത നിമിത്തമാണ് ന്യായപ്രമാണത്തിനെ അവർക്ക് അനുസരിക്കാൻ പറ്റാതെ വന്നേ. ആ ബലഹീനതയുള്ളത് കൊണ്ടാണ് ന്യായപ്രമാണത്തിന് അവരെ നീതിമാന്മാരാക്കി തീർക്കാൻ പറ്റാതെ വന്നത്. ആമേൻ. ദൈവത്തിൻ്റെ ഒരു മാർഗമാണ് ന്യായപ്രമാണം എന്ന് പറയുന്നത്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. എന്തിൻ്റെ മാർഗം? ദൈവം മനുഷ്യരെ തൻ്റെ വിശുദ്ധ സന്തതികളായി ചേർക്കുവാൻ ദൈവം ആഗ്രഹിച്ചു. വിശുദ്ധ സന്തതികൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മുമ്പിൽ നിഷ്കളങ്കരായിട്ടുള്ള, ദൈവത്തിൻ്റെ മുമ്പിൽ കുറ്റമില്ലാത്തവരായിട്ടുള്ള, ദൈവത്തിൻ്റെ മുമ്പിൽ നീതി പ്രാപിച്ച ഒരു ജനറേഷനെ ദൈവം എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിച്ചു. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മുമ്പിൽ എങ്ങനെയായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ദൈവം ആഗ്രഹിക്കുന്നതെന്നറിയോ? വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരും. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ഹാഗിയോസ്, എമമോസ്, അനക്ലൈറ്റോസ്. വിശുദ്ധരായിരിക്കണം, ഹാഗിയോസ് ആയിരിക്കണം, കുറ്റമില്ലാത്തവരായിരിക്കണം, എമമോസ് ആയിരിക്കണം, അനക്ലൈറ്റോസ് ആയിരിക്കണം. അപ്പൊ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിലായിരിക്കണം. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഇത് ന്യായപ്രമാണത്തിനകത്ത് ഇവർ നീതി പ്രാപിക്കാൻ വേണ്ടി ഇസ്രായേൽ ജനങ്ങൾക്ക് മോശ വഴി ദൈവം കൊടുത്തൊരു മാർഗമാണ് ന്യായപ്രമാണം. പക്ഷേ അവരുടെ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല? അവർക്ക് ന്യായപ്രമാണം എന്ന മാർഗത്തിലൂടെ ദൈവത്തിൻ്റെ നീതിയിലേക്ക് പ്രവേശിക്കാൻ പറ്റിയില്ല. എത്ര പേർക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്? എന്ന് വെച്ചാൽ ന്യായപ്രമാണം എന്ന മാർഗത്തിലൂടെ ദൈവം ആഗ്രഹിച്ച വിശുദ്ധിയിലേക്കോ, ദൈവം ആഗ്രഹിച്ച കുറ്റമില്ലാത്ത അവസ്ഥയിലേക്കോ, ദൈവം ആഗ്രഹിച്ച ആ നീതി എന്ന പദവിയിലേക്കോ അവർക്ക് പ്രവേശിക്കാൻ പറ്റിയില്ല. പ്രവേശിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ ജഡത്താലുള്ള ബലഹീനത നിമിത്തം. ഹല്ലേലൂയ. അപ്പൊ ഈ ജഡത്താലുള്ള ബലഹീനത കടക്കുമ്പോൾ നമുക്കൊരിക്കലും ദൈവത്തിൻ്റെ മുമ്പിൽ വിശുദ്ധിയോടെ നിൽക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ജഡം ഓരോ സമയത്തും അത് വീണു പോകുന്നതാണ്. ഓരോ സമയം അത് നമ്മൾ വിചാരിക്കുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന നന്മയല്ല, നമ്മൾ വിചാരിക്കാത്ത, ആഗ്രഹിക്കാത്ത തിന്മ പ്രവർത്തിക്കും. ജഡമെന്ന് പറയുന്നത് പുതുക്കം പ്രാപിക്കാത്ത നമ്മുടെ മനസ്സ്, നമ്മുടെ അൺറിന്യൂഡ് മൈൻഡ്. നമ്മൾ നോക്കിയേ, നമ്മൾ പലപ്പോഴും കോപിക്കണ്ട എന്ന് പ്രാർത്ഥിക്കുന്നവരാ, പക്ഷെ പെട്ടെന്നൊരു വിഷയം വരുമ്പോൾ കോപിച്ചു പോകും. നുണ പറയണ്ടെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ആദ്യം വരുന്നത് ഏതെങ്കിലും കള്ളത്തരമായിരിക്കും, അല്ലെ? പ്രാർത്ഥിക്കണമെന്ന്, വചനം വായിക്കണമെന്ന് ആഗ്രഹത്തോടെ എഴുന്നേൽക്കും, പക്ഷെ ഏതെങ്കിലും ഒരു മീഡിയ തുറക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെസ്സേജ് വരും, അതിൻ്റെ വഴി അങ്ങ് പോകും. അതുകൊണ്ട് ഞാൻ സഭയെ പഠിപ്പിച്ചു, നിങ്ങൾ ഫോൺ കടക്കുന്നിടത്ത് വെക്കരുത്. നിങ്ങളുടെ വചനം, ബൈബിൾ അടുത്ത് വെച്ച് കിടക്കണം. വചനം അടുത്ത് വെച്ച് കിടക്കുന്നത് എന്ന് പറഞ്ഞേ ഭയം മാറാൻ വേണ്ടിയിട്ടല്ല. എഴുന്നേറ്റ് ഉടനെ വചനം വേണം, ബൈബിൾ വേണം തുറക്കാൻ. നിങ്ങളുടെ ഫോണെ തൊടുന്നതിന് മുന്നമേ നിങ്ങളുടെ കരം ബൈബിളെ തൊടണം, ജീവനെ തൊടണം. എഴുന്നേറ്റ് ഉടനെ ഒരു വാക്യം തുറന്നു വായിക്കണം, ജീവനെ പ്രാപിക്കണം. ഹല്ലേലൂയ. ഫോണിനും വാട്സപ്പിനും ഒക്കെ അതിന് ശേഷമേ സമയം കൊടുക്കാവുള്ളൂ. ഫ്രഷപ്പായി റെഡിയായി എന്തെങ്കിലും അർജൻറ്റ് മെസ്സേജുകൾ ഉണ്ടെങ്കിലേ കൊടുക്കാവുള്ളൂ. അർജൻറ്റ് കോളുകളൊന്നും രാവിലെ നിങ്ങൾക്ക് വരത്തില്ലെന്നേ. ആദ്യം ഇമ്പോർട്ടൻറ്റ് ദൈവത്തിന് കൊടുക്കേണ്ട സമയം കൊടുക്കുക. ദൈവത്തോട് കൂടെ ഒരു ദിവസത്തെ തുടങ്ങുക. എത്ര പേർ റെഡിയാ? ഹല്ലേലൂയ. ആമേൻ. ഞാനിത് സഭയെ പഠിപ്പിച്ചതിന് ശേഷം ഒരു ഫാമിലി കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ അച്ചായൻ എഴുന്നേറ്റ ഉടനെ ആദ്യം ബൈബിളെ വായിക്കത്തുള്ളൂ. നേരത്തെ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ എഴുന്നേറ്റ ഉടനെ ആദ്യം ബൈബിളെ വായിക്കത്തുള്ളൂ. മക്കൾ, അങ്ങനെയൊന്ന് നമ്മളൊന്ന് മൂവ് ചെയ്തേ നമ്മുടെ ലൈഫ് ബ്ലെസ്ഡ് ആകും. ഹല്ലേലൂയ. കാരണം നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് പ്ലാൻ ചെയ്തിരിക്കും, അപ്പോഴായിരിക്കും ഒരു മെസ്സേജ് വരുന്നത്. പക്ഷേ നമ്മുടെ ലൈഫിൽ, എല്ലാവരുടെയും ലൈഫിൽ സംഭവിക്കുന്നതാണ്, ആ വഴി അങ്ങ് പോകും, അല്ലേ? നമ്മൾ ആഗ്രഹിക്കുന്ന ചില വിഷയങ്ങളുണ്ട്, പക്ഷേ ആഗ്രഹിക്കാത്ത തിന്മയാണ് നമ്മുടെ ലൈഫിനകത്ത് വരുന്നത്. ഇവിടെയാണ് ജഡം
ശക്തി പ്രാപിച്ചു നിന്നാൽ മാംസം, അൺറിന്യൂഡ് മൈൻഡ്, നമ്മുടെ പുതുക്കം പ്രാപിക്കാത്ത മനസ്സ് ഉള്ളിടത്ത് ഈ ബലഹീനതകൾ, ഈ സ്വഭാവങ്ങൾ വരും. പലതിനും നമ്മളെ അഡിക്റ്റാക്കി കളയും. പക്ഷെ ഇന്ന് പീസ് മൗണ്ട് ചർച്ചിനെ നോക്കി ഞാൻ പറയുന്നു, നിങ്ങൾ സകലത്തെയും ജയിക്കുന്നവരായി മാറാൻ പോകുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ വേർഡിനകത്ത് നമുക്ക് ഒത്തിരി പ്രമാണത്തെ കാണുവാനായിട്ട് കഴിയും. പഴയ ഉടമ്പടിക്കകത്ത് മോശയ്ക്ക് കൊടുത്ത പ്രമാണത്തെ, ന്യായപ്രമാണത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ന്യായപ്രമാണത്തിൽ നിന്ന് വന്ന പാപത്തിൻ്റെ പ്രമാണത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്താണ് പാപത്തിൻ്റെ പ്രമാണം? ലോ ഓഫ് സിൻ. പാപത്തിൻ്റെ പ്രമാണം എന്ന് പറഞ്ഞാൽ നമ്മളെ പാപത്തിൻ്റെ വശീകരണത്തിലേക്ക്, അവൻ്റെ ആധിപത്യത്തിലേക്ക് നമ്മളെ വലിച്ചു കൊണ്ടുപോകുന്ന പ്രമാണമാണ് പാപത്തിൻ്റെ പ്രമാണം. മനസ്സിലാകുന്നുണ്ടോ? നോക്കിയേ, പാപത്തിൻ്റെ വശീകരണത്തിലേക്ക് നമ്മളെ വലിച്ചു കൊണ്ടുപോകുന്ന പ്രമാണമാണ് പാപത്തിൻ്റെ പ്രമാണം. മരണത്തിൻ്റെ പ്രമാണമുണ്ട്. എന്ന് വെച്ചാൽ മരണത്തിൻ്റെ ആധിപത്യത്തിലേക്ക് നമ്മളെ അടിമത്തത്തിൽ, മരണത്തിൻ്റെ ആധിപത്യത്തിൽ കൊണ്ടുപോകുന്നതാണ് മരണത്തിൻ്റെ പ്രമാണം. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. എന്നെ ശ്രദ്ധിച്ചേ, കണ്ണു തുറന്ന് എന്നെ കണ്ടേ, കേട്ടേ. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ റോമാലേഖനത്തിനകത്ത് വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്നു, ബുദ്ധിയുടെ പ്രമാണത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പം പ്രമാണങ്ങൾ, പാപത്തിൻ്റെ പ്രമാണമുണ്ട്, ന്യായപ്രമാണമുണ്ട്, മരണത്തിൻ്റെ പ്രമാണമുണ്ട്, ബുദ്ധിയുടെ പ്രമാണം. ബുദ്ധിയുടെ പ്രമാണം എന്ന് പറഞ്ഞാൽ എന്ത് തിരഞ്ഞെടുക്കണമെന്ന്, ഏതിലേക്ക് നയിക്കണമെന്ന് നമ്മളെ കൺട്രോൾ ചെയ്യുന്നതാണ് നമ്മുടെ ബുദ്ധിയുടെ പ്രമാണം. അത് ദൈവത്തിൻ്റെ വചനത്തെ നമുക്ക് തിരഞ്ഞെടുക്കാം, അല്ല മറ്റേതെങ്കിലും നമുക്ക് എന്ന് വെച്ചാൽ നമ്മുടെ പ്രമാണത്തിനകത്ത്, നമ്മുടെ ഇഷ്ടത്തിനകത്ത്, നമ്മുടെ അറിവിനനുസരിച്ച്, നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് നമ്മളെ നയിക്കുന്ന പ്രമാണമാണ് ബുദ്ധിയുടെ പ്രമാണം. റോമലേഖനം 7-ാം അധ്യായത്തിനകത്ത് നിങ്ങൾ നോക്കിയേ, 25-ാമത്തെ വാക്യം, ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണത്തെ, ജഡം കൊണ്ട് പാപത്തിൻ്റെ പ്രമാണത്തെ സേവിക്കുന്നു. അപ്പം നമ്മൾ എന്ത് തിരഞ്ഞെടുക്കണം, ഏത് മേഖലയിലൂടെ നടക്കണം, ഇതിനെ നമ്മൾ നിയന്ത്രിക്കുന്നതാണ് നമ്മുടെ ബുദ്ധിയുടെ പ്രമാണം. 23-ാമത്തെ വാക്യത്തിനകത്ത് നമുക്ക് ബുദ്ധിയുടെ പ്രമാണത്തെ കാണാൻ പറ്റും. റോമാലേഖനം 7-ാം അധ്യായം 23-ാമത്തെ വാക്യം. ഹല്ലേലൂയ. അപ്പം നമ്മളെ നിയന്ത്രിക്കുന്ന പ്രമാണങ്ങൾ, ശ്രദ്ധിച്ചേ, പ്രമാണങ്ങൾ എന്താണ്? ഒന്ന്, ന്യായപ്രമാണം, നമ്മുടെ നീതിയിലേക്ക് നമ്മളെ നടത്തുന്ന മാർഗമായ ന്യായപ്രമാണം. ഹല്ലേലൂയ. പാപത്തിലേക്ക് നമ്മളെ വശീകരിക്കുന്ന, ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം പാപത്തിലേക്ക് നമ്മളെ വശീകരിക്കുന്ന പാപത്തിൻ്റെ പ്രമാണം. മനസ്സിലാകുന്നുണ്ടോ? പറഞ്ഞേ, പാപത്തിൻ്റെ പ്രമാണം. പറഞ്ഞേ, എല്ലാവരും പറഞ്ഞേ, എന്നെ ശ്രദ്ധിക്കണം. പാപത്തിൻ്റെ പ്രമാണം. ഹല്ലേലൂയ. നമ്മളെ മരണത്തിലേക്ക് താഴ്ത്തിക്കളയുന്ന മരണത്തിൻ്റെ പ്രമാണം. ഹല്ലേലൂയ. നമ്മൾ എന്ത് തിരഞ്ഞെടുക്കണം, ഏതിലേക്ക് നമ്മളെ നിയന്ത്രിക്കുന്ന നമ്മുടെ ബുദ്ധിയുടെ പ്രമാണം. ഇത്രയും പ്രമാണത്തെക്കുറിച്ച് നമ്മൾ കേട്ടല്ലോ, അല്ലേ? ഇത്രയും പ്രമാണങ്ങൾ നമ്മുടെ ചുറ്റിലും നിൽക്കുമ്പോൾ ഇതിനകത്തുനിന്ന് വിടുതലാക്കാൻ ദൈവം നമ്മുടെ മേലൊരു പ്രമാണത്തെ അയച്ചു. ഹല്ലേലൂയ. ആമേൻ. നമ്മളെ വീണ്ടെടുക്കുവാൻ ദൈവം മറ്റൊരു പ്രമാണത്തെ നമ്മുടെ മേലേക്ക് അയച്ചു. ഇന്ന് പീസ് മൗണ്ട് ചർച്ച്, ആമേൻ, ഇതൊന്നുമല്ലാത്ത, ഇതുവരെ നമ്മൾ പറയാത്ത മറ്റൊരു പ്രമാണത്തിലേക്ക് പ്രവേശിക്കാൻ പോകുക. എത്ര പേർ റെഡിയാ? ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ കേട്ട പ്രമാണം ഇതെല്ലാം നമ്മളെ വീഴിക്കുന്ന പ്രമാണമാണ്. പാപത്തിൻ്റെ പ്രമാണമായാലും, മരണത്തിൻ്റെ പ്രമാണമായാലും, ന്യായപ്രമാണമായാലും നമ്മളെ രക്ഷിക്കാൻ കഴിയാത്തൊരു പ്രമാണമാണ്. എന്നാൽ നമ്മളെ രക്ഷിക്കുന്ന മറ്റൊരു പ്രമാണമുണ്ട്. ഇന്ന് ആ പ്രമാണത്തിലേക്ക് ദൈവം നിങ്ങളെ ഷിഫ്റ്റ് ചെയ്യിക്കാൻ പോകുക. ഒരു പ്രമാണത്തിൻ്റെ കീഴിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ നടത്താൻ പോകുക. എത്ര പേർ എനിക്കതിലേക്ക് പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്നു? ആവറൊന്ന് കർത്താവിനെ ആഴത്തിലൊന്ന് പ്രൈസ് ചെയ്തട്ടെ. ഹല്ലേലൂയ. ആമേൻ. നോക്കിയേ, ന്യായപ്രമാണം അത് പാപത്തിന്റെ ശക്തിയാണ്. ന്യായപ്രമാണം അതിനെ നമ്മളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? നമ്മുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം നമ്മളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പാപത്തിന്റെ പ്രമാണം അത് നമ്മളെ പാപത്തിന്റെ അടിമത്തത്തിനകത്തിട്ടു. ആമേൻ. മരണത്തിന്റെ പ്രമാണം അതിനെ നമ്മളെ നിത്യമായ മരണത്തിലേക്ക് നയിക്കുവാനുള്ള അധികാരം ലഭിച്ചു. എന്നാൽ ഇതിനെ ജയിക്കുവാൻ കഴിയുന്ന മറ്റൊരു പ്രമാണത്തിലേക്ക് ഇന്ന് പീസ് മൗണ്ട് സഭ പ്രവേശിക്കാൻ പോകുകയാണെന്ന് ഇങ്ങനെ ഞാൻ പ്രഖ്യാപിച്ചാൽ എത്ര പേർ ആമേൻ പറഞ്ഞതിനെ സ്വീകരിക്കും?
ഹല്ലേലൂയ. അത് ഏത് ദൈവമക്കളെ, റോമാലേഖനം 8-ാം അധ്യായം 2-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. ഹല്ലേലൂയ. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ആ വാക്യം ശ്രദ്ധിച്ച്. റോമാലേഖനം 8-ാം അധ്യായം 2-ാമത്തെ വാക്യം, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെ മരണത്തിന്റെ പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഈ സ്തോത്രം പോരല്ലോ, ഈ ആരാധന പോരല്ലോ. ആ വചനം നിങ്ങൾ ശ്രദ്ധയോടെ വായിച്ചേ. എല്ലാവരും ഒന്ന് ബൈബിൾ തുറന്നതിനെ ഒന്ന് വായിച്ചേ. എല്ലാവരും ബൈബിൾ തുറന്നൊന്ന് വായിച്ചേ. റോമാലേഖനം 8-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിച്ച എല്ലാവരും ചേർന്ന് പറഞ്ഞ, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. വായിച്ച എല്ലാവരും വായിച്ച, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് എത്ര പേർക്ക് അതിനെ വിശ്വസിക്കാൻ കഴിയുന്നു? എവിടുന്ന ദൈവമക്കളെ നിങ്ങൾക്ക് വിടുതൽ ലഭിച്ചേ? പാപത്തിന്റെ പ്രമാണത്തിൽ നിന്ന്. ഒരാമേൻ പറഞ്ഞാട്ടെ. എവിടെന്ന വിടുതൽ ലഭിച്ചിരിക്കുന്നത്? മരണത്തിന്റെ പ്രമാണത്തിൽ നിന്ന്. ഓ, ഇന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചവർ, ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം ലഭിച്ച ക്രൈസ്റ്റ് ജനറേഷൻ, ക്രിസ്തുവിന്റെ തലമുറകൾ, ഓ ഒന്ന് ആത്മാവിൽ സെലിബ്രേറ്റ് ചെയ്താട്ടെ. സ്വാതന്ത്ര്യം ലഭിച്ചവർ ഒന്ന് സെലിബ്രേറ്റ് ചെയ്തു പറഞ്ഞേ, ഇപ്പോൾ ഞാൻ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിന്റെ അടിമത്വത്തിൽ കിടക്കുന്നവനല്ല, ആ ബന്ധനത്തിൽ കിടക്കുന്ന വ്യക്തിയല്ല. എനിക്കൊരു സ്വാതന്ത്ര്യം ക്രിസ്തു യേശുവിൽ ലഭിച്ചിരിക്കുന്നു. ഒന്ന് പരസ്യമായി അതിനെ പ്രഖ്യാപിച്ചുകൊണ്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്താട്ടെ. ഹല്ലേലൂയ. എങ്ങോട്ട് വരുമ്പോൾ ദൈവമക്കളെ സ്വാതന്ത്ര്യം ലഭിക്കുന്നേ? ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിലേക്ക്. ഇപ്പോൾ എൻ്റെ മേലൊരു പ്രമാണം ദൈവം പകർന്നു തന്നിട്ടുണ്ട്. അത് മോശയ്ക്ക് കൊടുത്ത ന്യായ പ്രമാണം അല്ല എന്ന് പറയുന്നവർ, ഓ എൻ്റെ മേലൊരു പ്രമാണം ദൈവം തന്നിട്ടുണ്ട്, അതെൻ്റെ ബുദ്ധിയുടെ പ്രമാണമല്ല എന്ന് പറയുന്നവർ, എൻ്റെ മേലൊരു പ്രമാണം നിയന്ത്രിക്കുന്നുണ്ട്, അത് പാപത്തിൻ്റെ പ്രമാണമല്ല എന്ന് പറയുന്നവർ, എന്നെ കൺട്രോൾ ചെയ്യുന്നൊരു പ്രമാണമുണ്ട്, അത് മരണത്തിൻ്റെ പ്രമാണമല്ല എന്ന് പറയുന്നവർ, മറിച്ച് എന്താ ദൈവമക്കളെ, ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിന്റെ കീഴിലാണ് ഞാൻ എന്ന് ഉറപ്പുള്ളവർ മാത്രം. ഓ, ഇതിങ്ങനെ പ്രതികരിച്ചാൽ പോരാ. നിങ്ങൾ ആത്മാവിൽ നിറയപ്പെട്ടവരായി ഓ എന്നതിനെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്തിട്ട് പറഞ്ഞേ, ഓ ഐ ആം അണ്ടർ ദ ലോ ഓഫ് സ്പിരിറ്റ് ഓഫ് ലൈഫ്. ഐ ആം അണ്ടർ ദ ലോ ഓഫ് സ്പിരിറ്റ് ഓഫ് ലൈഫ്. ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിന്റെ കീഴിലാണ് ഞാൻ. മോശയുടെ പ്രമാണം പാപത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ എങ്ങനെയെങ്കിലും കൊല്ലണമെന്ന് പറഞ്ഞു കൊണ്ടുവന്നപ്പോൾ ഇവിടെ റോമാ ലേഖനത്തിനകത്ത് പൗലോസ് എഴുതി വെച്ചിരിക്കുക, നിന്നെ കൊല്ലുന്ന പ്രമാണമല്ല, ഓ മരണത്തിന്റെ പ്രമാണത്തിൽ നിന്ന് നിനക്ക് സ്വാതന്ത്ര്യം വരുത്തുന്ന ഒരു പ്രമാണം ക്രിസ്തുവിന്റെ തലമുറേ, ദൈവപുത്രന്മാരെ, നിങ്ങളുടെ മേൽ സ്വർഗം പകർന്നു തന്നിരിക്കുക. ഇത് കേട്ട് ആരാധിക്കുന്നവർക്കായി സ്തോത്രം. ഇതിനെ കേട്ട് പിടിക്കുന്നവർക്കായി സ്തോത്രം. ഇതിനെ കേട്ട് റിസീവ് ചെയ്യുന്നവർക്കായി സ്തോത്രം. എത്ര പേർ നോക്കേ, യേശുവിന്റെ അടുത്ത് കൊണ്ടുവന്ന പാപിനിയായ സ്ത്രീയെ ന്യായപ്രമാണം കൊന്നു കളയണമെന്ന് പറഞ്ഞപ്പോൾ ഒരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കുക. ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ളവരല്ല, മറിച്ച് പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും സ്വാതന്ത്ര്യം തരുന്നൊരു പ്രമാണം.
സ്വതന്ത്രമാക്കപ്പെട്ടവർ ഇതിനകത്തുണ്ടെങ്കിൽ ഒന്ന് സ്തോത്രം ചെയ്ത് തുടങ്ങിക്കോ. ഇപ്പോഴും ഞാൻ ബന്ധിക്കപ്പെട്ട് കിടക്കുക, ഇപ്പോഴും ഞാൻ പാപത്തിന്റെ അടിമത്തത്തിലാ, ഇപ്പോഴും എനിക്ക് മരണഭീതിയാ, ഇപ്പോഴും എനിക്ക് പാപത്തിന്റെ ചിന്തയാ, ഇപ്പോഴും ഞാൻ ചില ബന്ധനത്തിനകത്ത് അടിമപ്പെട്ട് കിടക്കുകയാണെന്ന് പറയുന്നവർ തിരിച്ചറിഞ്ഞോ? ഇല്ല കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം ലഭിച്ചു. നിങ്ങൾക്ക് ക്രിസ്തുവേശുവിൽ ഒരു സ്വാതന്ത്ര്യം ലഭിച്ചു. നിങ്ങൾക്ക് ക്രിസ്തുവേശുവിൽ ഒരു സ്വാതന്ത്ര്യം ലഭിച്ചു. എല്ലാ മരണ ഭയവും ഇവിടെ വിട്ടു മാറട്ടെ. എല്ലാ പാപത്തിന്റെ ബന്ധനങ്ങളും ഇവിടെ ബ്രേക്ക് ആകട്ടെ. ഇതിനകത്തൊരു ജനറേഷൻ ഉണ്ട്, അവർ സ്വതന്ത്രമാക്കപ്പെട്ട ജനറേഷനാ. സ്വീകരിക്കാൻ റെഡി ആയവരെ നോക്കി ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ അടിമകളല്ല, നിങ്ങൾ ബന്ധിക്കപ്പെട്ടവരല്ല, നിങ്ങൾ ബന്ധനത്തിൽ കിടക്കുന്നവരല്ല, നിങ്ങൾ സ്വതന്ത്രമാക്കപ്പെട്ടവരാ. ഹല്ലേലൂയ. ഇന്ന് പകലൊന്ന് പ്രഖ്യാപിച്ച്, ഐ ആം ഇൻ ക്രൈസ്റ്റ് ജനറേഷൻ. ഞാൻ ക്രിസ്തുവിലുള്ള തലമുറയാ. ആമേൻ. ഐ ആം ക്രൈസ്റ്റ് ജനറേഷൻ. ഞാൻ ക്രിസ്തുവിൻ്റെ തലമുറയാ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, ഇനി ഒരു സിന്നിനും ഒരു പാപത്തിനും നിങ്ങളുടെ മേൽ ഒരാധിപത്യം ചെലുത്തുവാൻ പറ്റത്തില്ല. ദൈവത്തിന് നിങ്ങളെ വിടുതലാക്കാൻ പറ്റാത്ത വണ്ണം ഒരു പാപത്തിനും നിങ്ങൾക്ക് വിരോധമായി സംസാരിക്കാൻ പറ്റത്തില്ല. പാപം എന്ന് പറയത്തില്ല, അവനെ സൗഖ്യമാക്കാൻ പറ്റത്തില്ല. കാരണം അവൻ പാപിയാണെന്ന് പറയാൻ പറ്റത്തില്ല. അവൻ്റെ കടബാധ്യതയെ നീ അവൻ മാറ്റിക്കൊടുക്കരുത്. അവൻ പാപിയാണെന്ന് നിനക്ക് വിരോധമായി സാക്ഷ്യം പറയാൻ ഇപ്പോൾ ഒരു പാപത്തിനും പറ്റത്തില്ല. പറഞ്ഞ ഞാൻ അതിനകത്തു നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു. ക്രിസ്തു യേശുവിലുള്ള ഞാൻ ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിലൂടെ ഞാൻ സ്വാതന്ത്ര്യം പ്രാപിച്ചു. ഇതാണോ സ്വാതന്ത്ര്യം പ്രാപിച്ചവരുടെ സെലിബ്രേഷൻ? സ്വതന്ത്രമാക്കപ്പെട്ടവരുടെ സന്തോഷം ഇതാണോ? സ്വതന്ത്രമാക്കപ്പെട്ടവരുടെ ആഘോഷം ഇതാണോ? ആത്മാവിൽ ഒന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ഒന്ന് സ്വീകരിച്ച ദൈവമക്കളെ, എത്ര പേർക്ക് തിരിച്ചറിയാൻ പറ്റുന്നു? നമുക്ക് പ്രാർത്ഥിക്കല്ലേ? പറഞ്ഞേ, ഓ ഹാം ആൻഡ് law of spirit of life. എൻ്റെ മേലൊരു പ്രമാണമുണ്ട്, എൻ്റെ മേലൊരു ലോ ഉണ്ട്. അതെന്നെ നശിപ്പിക്കുന്ന പ്രമാണമല്ല, അതെന്നെ തകർത്തു കളയുന്ന പ്രമാണമല്ല, എന്നെ ജീവിപ്പിക്കുന്നൊരു പ്രമാണം, എന്നെ ഉയർത്തുന്നൊരു പ്രമാണം, എന്നെ സ്വതന്ത്രമാക്കിയൊരു പ്രമാണം. എത്ര പേർ പറയും ഞാനൊരു സ്വതന്ത്രനാണെന്ന്? ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിന്റെ കീഴിലുള്ളവർ ഒന്ന് കരമുയർത്തിക്കേ. നിങ്ങൾ ചില അത്ഭുതങ്ങളെ കാണാൻ പോകുകയാണ്. ചില അത്ഭുതങ്ങളെ കാണാൻ പോകുകയാണ്. പാപം നിമിത്തം വന്ന മരണ ബന്ധനങ്ങൾ, പാപം നിമിത്തം വന്ന രോഗശക്തികൾ ഇവിടെ ബ്രേക്ക് ആകുകയാണ്. ഞാൻ കാണുന്നു നിങ്ങളുടെ ശരീരത്തുള്ള രോഗശക്തികൾ അഴിഞ്ഞു മാറുന്നത് ഞാൻ കാണുന്നു. തൈറോയ്ഡുകൾ അഴിഞ്ഞു മാറുകയാ, തൈറോയ്ഡുകൾ അഴിഞ്ഞു മാറുകയാ, സ്കിൻ ഡിസീസുകൾ അഴിഞ്ഞു മാറുകയാ, ഡയബറ്റിക്കുകൾ അഴിഞ്ഞു മാറുകയാ. ഞാൻ പറയട്ടെ, പാരമ്പര്യമായി കിടക്കുന്ന രോഗശക്തികൾ, പാരമ്പര്യമായി കിടക്കുന്ന ഇത് നിങ്ങളെ വിട്ടഴിഞ്ഞു മാറുകയാ. യു ആർ ന്യൂ ക്രിയേഷൻ ഇൻ ക്രൈസ്റ്റ്. നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടികളായതുകൊണ്ട് ആ പുതുക്കത്തിലുള്ള ജീവന്റെ ആത്മാവിന്റെ പുതുക്കത്തിലുള്ള ഒരു ജീവിത നിലവാരം നിങ്ങളുടെ മേൽ വെളിപ്പെട്ടു വരികയാണ്. ഹല്ലേലൂയ, ആമേൻ. ഇനി നിങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. ഹല്ലേലൂയ. നിങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. റോമാലേഖനം 8:4 വാക്യം. ഇനി നിങ്ങൾ ജഡത്തെ അനുസരിച്ച് നടക്കുന്നവരല്ല. ന്യായപ്രമാണം അവരെ വിടുതലാക്കാൻ പറ്റാത്തത് കാരണം അവരുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തമാണ്. കാരണം
ജഡം, അവരുടെ അൺറിന്യൂഡ് മൈൻഡ്, അവരുടെ വീണ്ടെടുക്കപ്പെടാത്ത അവരുടെ മാംസം, അവരുടെ ജഡം അവർ ഇച്ഛിക്കുന്നതല്ല, ദൈവം ആഗ്രഹിക്കുന്നതല്ല, ലോകത്തിനൊത്തുപോയി. ഹല്ലേലൂയ. എന്നാൽ ഇപ്പൊ വേർഡ് പറയാ, ജഡത്തെ അല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർ. ഇതിനകത്തൊരു തലമുറയുണ്ട്, അവരെ ഞാൻ ന്യൂ മാ ജനറേഷൻ എന്ന് പറയും. ന്യൂ മാ ജനറേഷൻ, ഐ മീൻ സ്പിരിറ്റ് ജനറേഷൻ. സ്പിരിറ്റ് ജനറേഷൻ ജഡത്തെ അനുസരിക്കുന്നവരല്ല, ജഡത്തിന് കീഴ്പ്പെടുന്നവരല്ല, ദൈവ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നൊരു തലമുറ. പറഞ്ഞേ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നടക്കുന്ന ഒരു തലമുറയായി ഞാൻ എഴുന്നേൽക്കാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്ന ഒരു തലമുറയായി ഞാൻ എഴുന്നേൽക്കാൻ പോകുക. ഇന്ന് പകൽ ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കട്ടെ, ഇനി ദൈവാത്മാവ് നിങ്ങളോട് നേരിട്ട് സംസാരിക്കും. ഒരു പ്രവാചകനെ നിങ്ങൾ തേടി പോകേണ്ടി വരത്തില്ല. പുത്രത്വത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേലുണ്ടോ? നിങ്ങൾ പുത്രത്വം പ്രാപിച്ചവരാണോ? ഓ, സ്വർഗം നിങ്ങളോട് ദൃഷ്ടി വെച്ച് നിങ്ങൾക്ക് ആലോചന പറഞ്ഞു തരും. ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവർ, പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നവർ ഇതിനകത്തിന്ന് അതിശക്തിയോടെ എഴുന്നേൽക്കാൻ പോകുക. ഓ, എൻ്റെ മേൽ അങ്ങനെ ഒരു പകർച്ചയെ ഇപ്പോൾ കൈമാറ്റപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നവർ, കാരണം നിങ്ങൾ ഈ ജീവന്റെ ആത്മാവിന്റെ അണ്ടറിൽ, ഈ പ്രമാണത്തിന്റെ കീഴിൽ, ന്യായപ്രമാണത്തിന് ആരെയും സഹായിക്കാൻ പറ്റിയില്ല, ആരെയും രക്ഷിക്കാൻ പറ്റിയില്ല, ആരെയും പാപത്തിൽ നിന്ന് വിടുതലാക്കാൻ പറ്റിയില്ല. എന്നാൽ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനതയെ മാറ്റി തൻ്റെ ആത്മാവിന്റെ ശക്തിയാൽ നിങ്ങളെ നയിച്ച് ജഡത്തിൽ നടക്കുന്നവരല്ല, ആത്മാവിൽ നടക്കുന്നവരാക്കി സകല അന്ധകാരത്തെയും സകല ബലഹീനതയും ജയിക്കുവാനായിട്ടുള്ളൊരു ശക്തി ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിൽ കീഴിലുള്ളവരുടെ മേൽ സ്വർഗം ഇന്ന് പകൽ കൈമാറി തരികയാണ്. ന്യായപ്രമാണം ഇസ്രായേൽ ജനങ്ങൾക്ക് കൊടുത്തത് നീതീകരിക്കപ്പെടുവാൻ വേണ്ടിയിട്ടാ. എന്നാൽ റോമാലേഖനം 8-4 വാക്യം പറയുന്നു, ജഡത്തെ അല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നിങ്ങളിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിയാകേണ്ടതിനു തന്നെ. ഹല്ലേലൂയ. എത്ര പേർ ഇന്ന് പറയും, എൻ്റെ മേൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിയായിട്ടുണ്ട്? എത്ര പേർ പറയും, എൻ്റെ മേൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്? എന്ന് പറഞ്ഞേ, ഞാൻ ബുദ്ധിയുടെ പ്രമാണത്തിന്റെ കീഴിലല്ല, ഞാൻ പാപത്തിന്റെ പ്രമാണത്തിന്റെ കീഴിലല്ല, ഞാൻ മരണത്തിന്റെ പ്രമാണത്തിന്റെ കീഴിലല്ല. എന്നെ നിയന്ത്രിക്കുന്ന, എന്നെ വഴി നടത്തുന്ന, എന്നെ ഉപദേശിക്കുന്ന, എന്നോട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറുമ്പോൾ പോകേണ്ടുന്ന വഴി കാണിച്ചു തന്ന്, ഇതാണ് വഴി, ഇതിലേക്ക് പോക എന്ന് പറയുന്ന ജീവന്റെ ആത്മാവിന്റെ കീഴിൽ ഞാൻ ആയിരിക്കുന്നത് കൊണ്ട് ന്യായപ്രമാണത്തിന്റെ നീതി എന്റെ മേൽ നിവർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. നീതി നിങ്ങളുടെ മേൽ വെളിപ്പെട്ടെങ്കിൽ, നീതി നിങ്ങളുടെ മേൽ വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇനി നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് സ്വർഗം അടഞ്ഞിരിക്കത്തില്ല. നിങ്ങളൊരു വാക്ക് തുറന്നു പറഞ്ഞാൽ അതിന്മേൽ അത്ഭുതം നടക്കും. നിങ്ങളൊരു വാക്ക് പ്രസ്താവിച്ചാൽ അത് സംഭവിക്കും. ഹല്ലേലൂയ. എത്ര പേർ തിരിച്ചറിയുന്നു, ദൈവം നീതിമാന്മാരായ തൻ്റെ മക്കളിലൂടെ തൻ്റെ നീതിയെ ഭൂമിയിൽ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വാക്കുകളിലൂടെ സ്ഥിതികളെ മാറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തെ നോക്കി നിങ്ങൾ പറയുന്ന വാക്കുകൾ അതങ്ങനെ തന്നെ, ആമേൻ, അങ്ങനെ തന്നെ സംഭവിക്കുവാൻ, ആമേൻ, ദൈവം നിങ്ങളുടെ മേൽ ചില അധികാരങ്ങൾ തന്നിട്ടുണ്ട്. ഇന്ന് തിരിച്ചറിഞ്ഞ് പറഞ്ഞേ, ഞാൻ നീതീകരിക്കപ്പെട്ട വ്യക്തിയായതുകൊണ്ട് ഞാൻ ഇനി മൗനമായി ഇരിക്കത്തില്ല. ഞാൻ ഇനി, ഹല്ലേലൂയ. മക്കളെ, ഒരു കാര്യം കൂടെ പറയാം.
ഇനി നിങ്ങളുടെ വായിൽ നിന്ന് നെഗറ്റീവ് വരരുത്. കയ്പിൻ്റെ നദി ഒഴുകരുത്. കുറവുകൾ പറയരുത്. ഇനി നിങ്ങളുടെ വാ തുറന്ന്, കാരണം നിങ്ങളുടെ നാവിന് അധികാരമുണ്ട്. നീതീകരിക്കപ്പെട്ടിട്ടുണ്ടോ? നിങ്ങളുടെ നാവിനൊരു അധികാരമുണ്ട്. നിങ്ങളുടെ നാവിനൊരു അധികാരമുണ്ട്. നിങ്ങൾ വാ തുറന്ന് കേഴ്സിംഗ് വാക്കുകൾ പറയരുത്, ശാപവാക്കുകൾ പറയരുത്. നിങ്ങൾ വാ തുറന്ന് നെഗറ്റീവ് വാക്കുകൾ പറയരുത്. കാരണം നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടുന്നത് അത് സംഭവിക്കും. അതുകൊണ്ട് ഇന്ന് പറഞ്ഞേ, ഞാൻ വെറുതെ ഇരിക്കത്തില്ല. എൻ്റെ വാ തുറന്ന് ഞാൻ എൻ്റെ കുടുംബത്തെ ബ്ലസ് ചെയ്യും. ഞാൻ എൻ്റെ സഭയെ അനുഗ്രഹിക്കും. ഞാൻ എൻ്റെ തലമുറകളെ ബ്ലസ് ചെയ്യും. നിങ്ങൾക്കുള്ളതിനെ, നിങ്ങളുടെ ദേശത്തെ നിങ്ങൾ വാ തുറന്ന് പറഞ്ഞൊന്ന് ബ്ലസ് ചെയ്ത് നോക്കിക്കേ. നിങ്ങളുടെ സാഹചര്യത്തെ അനുഗ്രഹിച്ച്, നിങ്ങളുടെ അവസ്ഥയെ അനുഗ്രഹിച്ച്, അത് അതുപോലെ ദൈവമക്കളെ, ഞങ്ങൾ എന്ത് വാ തുറന്ന് പറഞ്ഞിട്ടുണ്ടോ അത് ഞങ്ങളുടെ ലൈഫിൽ അതുപോലെ കർത്താവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കരത്തിൽ വന്നിട്ടുണ്ട്. അതുപോലെ കരത്തിൽ ലഭിച്ചിട്ടുണ്ട്. അത് തന്നെ ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാ. നിങ്ങൾ വടക്കിനോട് തരിക എന്ന് പറഞ്ഞാൽ അതങ്ങനെ തന്നെ സംഭവിക്കും. തെക്കിനോട് തടുത്തു വെക്കരുതെന്ന് പറഞ്ഞാൽ അതങ്ങനെ തന്നെ സംഭവിക്കും. ഇന്ന് നിങ്ങൾ പറയുന്ന വാക്കുകളുടെ മേൽ അധികാരമുണ്ടെന്ന് തിരിച്ചറിയുന്നവർ, ചിലതിനെ നിങ്ങൾ ശാസിച്ചു നോക്കിക്കേ, അത് നിങ്ങളെ വിട്ടു മാറും. ചിലത് വരാൻ പറഞ്ഞേ അത് നിങ്ങളുടെ അരികിലേക്ക് വരും. ചിലത് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞേ അത് സംഭവിക്കും. ചില രോഗങ്ങൾ മാറട്ടെ എന്ന് പറഞ്ഞേ അത് മാറും. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് മാറിപ്പോക എന്ന് പറഞ്ഞാൽ അതങ്ങനെ തന്നെ സംഭവിക്കും. കടുക് മണിയുടെ വിശ്വാസമേ ഉള്ളോ നിങ്ങൾ പറയുന്നതിന് മേൽ ചിലത് സംഭവിക്കും. Hallelujah. ജീസസ്. സ്വതന്ത്രമാക്കപ്പെട്ടവർ എന്ന് സ്തോത്രം ചെയ്തിട്ട് പറഞ്ഞേ, ഇനി ഞാൻ ബന്ധിക്കപ്പെട്ട വ്യക്തിയല്ല, ഇനി ഞാൻ അടിമത്തത്തിൽ കിടക്കുന്ന വ്യക്തിയല്ല. ഞാൻ കംപ്ലീറ്റായി ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്താൽ ഞാൻ സ്വതന്ത്രമാക്കപ്പെട്ടു കഴിഞ്ഞു. ഹല്ലേലൂയ. ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? ന്യായപ്രമാണത്തിന് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഈ ആത്മാവ് നിങ്ങളെ സഹായിക്കും, നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ആത്മാവിൻ്റെ കൂടെ നടന്നോ, നടക്കും തോറും എന്താണോ ക്രൈസ്റ്റിലുള്ളത് അത് നിങ്ങളുടെ മേൽ വെളിപ്പെടുത്തി തരും. എന്താണോ ക്രിസ്തുവിലുള്ളത് അത് നിങ്ങളുടെ മേൽ വെളിപ്പെടുവാൻ തുടങ്ങും. ആമേൻ. അങ്ങനെയുള്ളവരെ നോക്കി ഞാൻ പ്രവചിക്കുന്ന, ഒരു ഹ്യൂമൻ നേച്ചറിൽ നിന്ന് ഒരു ഡിവൈൻ നേച്ചറിലേക്കുള്ളൊരു ട്രാൻസ്ഫോം, ആമേൻ, ഒരു ഷിഫ്റ്റിംഗ് ഇന്ന് പീസ് മൗണ്ട് ഇന്റർനാഷണൽ സഭയിലെ ദൈവമക്കളുടെ മേൽ സംഭവിക്കുക. ഇതെന്നെക്കുറിച്ചുള്ള ദൂതാണെന്ന് വിശ്വസിക്കാൻ കഴിയുന്നവർ, സ്വീകരിക്കാൻ കഴിയുന്നവർ, ഇനി നിങ്ങൾ ജഡത്തെ അനുസരിച്ച് നടക്കുന്നവരല്ല, ഇനി നിങ്ങൾ ജഡത്തിൽ നടക്കുന്നവരല്ല. ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു, ആത്മാവിൽ നിറയപ്പെട്ടൊരു തലമുറ, ആത്മാവിൽ നിറഞ്ഞു നടക്കുന്നൊരു തലമുറ, ആത്മാവിന്റെ നിയന്ത്രണത്തിൽ നടക്കുന്നൊരു തലമുറ, ആത്മാവിന്റെ ഗൈഡൻസിൽ നടക്കുന്നൊരു തലമുറ. അത് ഞാനാണെന്ന് ഉറപ്പുള്ളവർ, അത് എന്നെ കുറിച്ചാണെന്ന് ബോധ്യമുള്ളവർ പറഞ്ഞേ, ഞാൻ ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിന്റെ കീഴിലായിരിക്കുന്നത് കൊണ്ട്, ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിലായിരിക്കുന്നത് കൊണ്ട് ഇനി എനിക്ക് ജഡത്തിൽ നടക്കാൻ കഴിയത്തില്ല, ജഡത്തിൽ നടക്കാൻ കഴിയത്തില്ല. ആത്മാവിന്റെ നിയന്ത്രണത്താൽ, ആത്മാവിൽ നിറയപ്പെട്ടവരായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് കേൾക്കാൻ മനസ്സുണ്ടോ ദൈവമക്കളെ? നിറഞ്ഞവനും നിയന്ത്രിക്കപ്പെടുന്നവനും. ഞാൻ നിറഞ്ഞവനാണ്, ഞാൻ നിയന്ത്രിക്കപ്പെടുന്നവനാണ്. പറഞ്ഞ ആമേൻ. നിറഞ്ഞവനാണ്, നിയന്ത്രിക്കപ്പെടുന്നവനാണ്. എങ്ങനെയാ? പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരും പരിശുദ്ധാത്മാവിൽ നിയന്ത്രിക്കപ്പെടുന്നവരും. ഇനി നിങ്ങളെക്കുറിച്ച് ലോകം പറയാൻ പോകുന്നൊരു സാക്ഷ്യം ഇതാ: പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ജനറേഷൻ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ തലമുറ, പരിശുദ്ധാത്മാവിൽ നിയന്ത്രിക്കപ്പെട്ട തലമുറ. എന്നെക്കുറിച്ചൊരു സാക്ഷി, ഈ സാക്ഷ്യം ലോകം പറയണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരു നിമിഷം ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ.
എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ മൂന്നാർ പോസ്റ്റ് ഓഫീസ് സമീപമുള്ള ഗിൽഗാൽ ഹാളിൽ ബ്രദർ ടോണി ഫ്രാൻസിസ്, സിസ്റ്റർ ജിനു ടോണി എന്നിവർ ശുശ്രൂഷിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 7:30 ഓൺലൈൻ വർഷിപ്പ് സൂം പ്ലാറ്റ്ഫോമിൽ നടത്തപ്പെടുന്നു. പങ്കെടുക്കുവാൻ സ്ക്രീനിൽ കാണുന്ന ഐഡിയും പാസ്വേഡും ഉപയോഗിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ ആവശ്യങ്ങൾക്കായി ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 9447775093 അല്ലെങ്കിൽ 9495975093. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വാട്സാപ്പിൽ ഞങ്ങൾക്ക് അയക്കേണ്ട നമ്പർ 9447775093. എല്ലാ വെള്ളിയാഴ്ചകളിലും ഇന്ത്യൻ സമയം ഈവനിംഗ് 6:30 മുതൽ സൂം പ്ലാറ്റ്ഫോമിൽ ഹീലിംഗ് ആൻഡ് ഡെലിവറൻസ് മീറ്റിംഗ് നടത്തപ്പെടുന്നു. പങ്കെടുക്കുവാനായി സ്ക്രീനിൽ കാണുന്ന ഐഡിയും പാസ്വേഡും ഉപയോഗിക്കുക. കർത്താവ് ചെയ്ത അത്ഭുത സാക്ഷ്യങ്ങളും അനുഗ്രഹീത വചന സന്ദേശങ്ങളും ലഭിക്കുവാൻ ക്രൈസ്റ്റ് ജനറേഷൻ മിനിസ്ട്രീസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബ്രദർ ടോണി ഫ്രാൻസിസ്, സിസ്റ്റർ ജിനു ടോണിയുടെയും അപ്കമിംഗ് മീറ്റിംഗിനെ കുറിച്ച് അറിയുവാനും മീറ്റിംഗ് നടത്തുവാനും 9447442660 എന്ന നമ്പറിലോ 9447775093 എന്ന നമ്പറിലോ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക.